പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബ് അവൻ സമുന്നതനാണ്, ഉന്നതനാ. വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബലി അൻ യുഖളാ ഇലൈക വഹയ്യു. നബിയേ നബിയേ, തങ്ങൾക്ക് നൽകുന്നതായ പരിശുദ്ധമായ ഖുർആൻ അതിന്റെ ആയാത്തുകൾ കേൾക്കുമ്പോൾ തന്നെ തങ്ങൾ നാക്കുകൊണ്ട് വേഗം തന്നെ ചലിപ്പിക്കാൻ തുനിയരുതേ. തങ്ങൾ ധൃതി കാണിക്കേണ്ടതില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിക വചനങ്ങൾ നൽകുമ്പോ വലാ തഅജൽ ബിൽ ഖുർആൻ, തങ്ങൾ ധൃതി പിടിച്ച് ഓതേണ്ടതില്ല. തങ്ങൾക്ക് ഈ ഖുർആനെ സ്ഥിരപ്പെടുത്തി തരൽ അള്ളാഹുവിന്റെ ജോലിയിൽപ്പെട്ടതാണ്. ശരിക്കും ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും ഉള്ളവരൊന്ന് കൈ ഉയർത്തിക്ക്. എത്ര പേരുണ്ട് നോക്കട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും പല സ്ഥലത്താണ്. എല്ലാവരും ഒന്ന് ഏകീകരിച്ചിരുത്താനുള്ള ഒരു സ്ഥലം കണ്ടെത്തണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. പലയിടത്താവുമ്പോ കറക്റ്റായിട്ട് എന്ത് ചെയ്യൂല, എഫക്റ്റ് ആവൂല. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സദസ്സിൽ ഒരുമിച്ച് കിട്ടണം. അങ്ങനെയല്ലേ വേണ്ട? ക്ലാസ്സിൽ നിന്ന് കുറച്ചുപേര് വെളിയിലിറങ്ങിയെന്ന് അങ്ങനെ ഉണ്ടാവും. അതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. കുറച്ചുപേര് ഇവിടെ, കുറച്ചുപേര് അങ്ങനെ 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 ആകാൻ പാടില്ല. എല്ലാവരും ഒന്ന് ഏകീകരിക്കണം. ശ്രദ്ധ വേണേ നിങ്ങൾ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരെയും അള്ളാഹു മജ്ലിസിന്റെ പുണ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നമുക്ക് ഹൈവേക്ക് വേണ്ടിയൊക്കെ സ്ഥലം കുറച്ച് പോകേണ്ടിയുണ്ട് അല്ലെ? അങ്ങനെ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ പരിമിതമായ സ്ഥലങ്ങൾ മാത്രമാണ് ഉള്ളത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ് നൽകട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഖുർആനിക വചനങ്ങൾ ഓതിക്കൊടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധൃതി കാണിച്ച് പെട്ടെന്ന് തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കും. ആയത്ത് ഒരെണ്ണം ഇങ്ങോട്ട് ഓതുമ്പോൾ തന്നെ നബി തൊട്ട് പിറകെ ആയത്ത് ഇങ്ങനെ ആവർത്തിക്കാൻ വേണ്ടി ധൃതി കാണിക്കാൻ. കാരണം അത് ഹിഫ്ള് ചെയ്യണമല്ലോ, മനപ്പാടമാക്കി വെക്കണം. എന്നാലല്ലേ ഈ സമൂഹത്തെ സമുദ്ധരിക്കാൻ കഴിയുള്ളൂ. ജനങ്ങൾക്ക് ഇതിനെ എത്തിച്ചു കൊടുക്കൽ കൊണ്ട് ബാധ്യത ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണല്ലോ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുമാണ്, റസൂലുമാണ്. നമുക്കറിയാം നബിയ് റസൂല് രണ്ടും രണ്ടാണ്. അമ്പിയാക്കൾ റസൂലുകൾ രണ്ടും രണ്ടാണ്. നബി എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമാകുന്ന ശരീഅത്ത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവന്നാൽ മതി. ഒരാളെയും ദീനിലേക്ക് ക്ഷണിക്കൽ നിർബന്ധമില്ലാത്ത വിഭാഗം അവരാണ് നബിമാർ. റസൂൽ എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠത, പദവി കൂടുകയാണ്. അവർക്ക് സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രം പോരാ, മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരൽ നിർബന്ധമായ വിഭാഗമാണ്. അതാണ് റസൂൽ. 1,24,000 അമ്പിയാക്കളിൽ 313 പേർ മാത്രമേ റസൂലുകൾ കൂടി ആയിട്ടുള്ളൂ. വളരെ ശ്രദ്ധിക്കണേ. എത്ര അമ്പിയാക്കളുണ്ട്? 1,24,000. അതിൽ ഈ പറഞ്ഞ ക്വാളിറ്റിയിലേക്ക് അഥവാ ജനങ്ങളിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ദഅവത്ത് ചെയ്യുകയും ജനങ്ങൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കുകയും തബ്ലീഗ് ചെയ്യുകയും ചെയ്യേണ്ടതാകുന്ന വിഭാഗങ്ങൾ 313 പേരാണ്. അതിൽ പ്രമുഖനാണല്ലോ എല്ലാ 1,24,000 അംബിയാ മുർസലീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണല്ലോ ആര്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പ്രവാചകന്മാരെ ബഹുമാനിക്കണം. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങനെ ബഹുമാനിക്കുന്നവരാണ് മുഅ്മിൻ. ഹദ്ദാദ് ഓതലുണ്ടോ? ഹദ്ദാദ് ഓതലുണ്ടോ? ഹദ്ദാദ് പതിവാക്കുന്നവരെന്ന് കൈയുയർത്തിക്കും. മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഹദ്ദാദ് ഡെയിലി ഓതുന്നവനെ ആഖിബത്ത് നന്നാവും, അന്ത്യം നന്നാവും, നല്ല മരണം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പള്ളിയിൽ ഹദ്ദാദുണ്ട്. ഓതാൻ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ മുതല്ലിങ്ങൾ മാത്രം. എങ്ങാണം നടന്നില്ലെങ്കിൽ പള്ളിയിലെ മൂല്യാരം പറഞ്ഞു വിടും. അതാണ് കളി. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അങ്ങനെയാണ്. ഓതല് മുടക്കാൻ പാടില്ല. ഓതാൻ ആരെങ്കിലും ഉണ്ടോ? ഓതാൻ ആരുമില്ല. വേണേ ഞങ്ങൾ ഓദിക്കാം, പറഞ്ഞു ഓദിക്കും. അതാണ് നടക്കുന്നത് മഹല്ലുകളിൽ. ഹദ്ദാദിന്റെയൊക്കെ മഹത്വം ഈ കൗമ അറിഞ്ഞിരുന്നെങ്കിൽ അള്ളാഹുവേ ഒറ്റ ദിവസം ഹദ്ദാദ് വിടൂല. ഹദ്ദാദ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബിദ്അത്തുകാര് കയറിക്കൂടും. പുത്തൻ പ്രസ്ഥാനക്കാർ അവിടെ അധികരിക്കും. ശ്രദ്ധിച്ചോ, ഹദ്ദാദ് ഓതുന്ന മഹല്ലത്തിൽ പുത്തൻ പ്രസ്ഥാനക്കാർ ഉണ്ടാവൂല. കാരണം അവരെ ബിദ്അത്തുകാരെ അകറ്റും. ഹദ്ദാദ് ഓതിയാ കിട്ടുന്ന നേട്ടങ്ങളിൽ പെട്ടതാണ് ഒന്ന്. രണ്ടാമത്തത് ആഖിബത്ത് നന്നാവും, അന്ത്യം നന്നാവും, നല്ല മരണം ഉണ്ടാവും.
അപകടങ്ങളോ ദുരിതങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ നല്ല ദിവസത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ച് കലിമ ഉച്ചരിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നസീബാക്കട്ടെ. ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ മുടങ്ങാതെ ചെയ്തു നോക്കിയാൽ നിസ്സാര കാര്യമല്ല. ഇശായിക്ക് പള്ളിയിലൊക്കെ പോകുമ്പോൾ ആ ഹദ്ദാദ് കൂടി ഓതിയിട്ടേ പോരാവുള്ളൂ. 10 മിനിറ്റേ എടുക്കുള്ളൂ, 10 മിനിറ്റ്. പക്ഷെ അന്ത്യം നന്നാവും എന്നുള്ള ഒരു വിഷയത്തിന് വലിയ കാതലാണ്. ഒക്കെ ഉമ്മമാരൊക്കെ ശ്രദ്ധിച്ചിരുന്നു പണ്ട് കാലങ്ങളിൽ. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ പേർലിമാണി എപ്പോഴാ പറക്കുന്നതെന്ന് നോക്കിയിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതും നോക്കിക്കൊണ്ടിരിക്കുക. അതാണ് അവസ്ഥ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോ. ആഖിബത്ത് നന്നാവാൻ, അന്ത്യം നന്നാവാൻ ഏറ്റവും ഉപകരിക്കും ഹദ്ദാദ്. ആ ഹദ്ദാദിൽ നമ്മൾ എപ്പോഴും ചെല്ലാറുള്ളത് ആയത്തുൽ കുർസി കഴിഞ്ഞാൽ എന്ത്? ആമന റസൂൽ. അതിൽ നമ്മൾ അരക്കിട്ട് ഉറപ്പിക്കും എന്ത്? എല്ലാ പ്രവാചകന്മാരും അംഗീകരിക്കലുമുണ്ട്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. എല്ലാ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളെ കൊണ്ടും അവന്റെ കിതാബുകളെ കൊണ്ടും മലായികത്തുകളെ കൊണ്ടും അവന്റേതാകുന്ന സർവ്വതിനെ കൊണ്ടും പ്രത്യേകിച്ച് നബിമാരെ കൊണ്ടും വിശ്വസിക്കുകയാണ്. കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. തൗറാത്ത് എന്ന വ്യത്യാസമില്ല, ഇഞ്ചീൽ എന്നതിൽ വ്യത്യാസമില്ല, സബൂർ എന്നതിൽ വ്യത്യാസമില്ല, ഖുർആൻ എന്നതിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാ വേദഗ്രന്ഥങ്ങളെ പറ്റിയും പരിശുദ്ധമായ ഖുർആനിനെ പറ്റിയും അവൻ വിശ്വസിക്കുന്നവനാണ്. തീർന്നില്ല. വറുസുലിഹി, അവന്റെ 1,24,000 അംബിയാ മുർസലീങ്ങളെ കൊണ്ട് അവൻ പരിപൂർണമായി വിശ്വസിക്കണേ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസുലിഹി. ഒരു പ്രവാചകന്മാർക്കിടയിലും വേർതിരിക്കാൻ പാടില്ല, വേർതിരിവ് പാടില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, ആദം നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, ഇല്യാസ് നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോഴും നിനക്ക് കടന്നു വരണേ അലൈഹിസ്സലാം. അവരുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, കരുണയുണ്ടാവട്ടെ. അത് പറയാത്തവൻ മുഅ്മിനല്ല. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസുലിഹി. ഒരു പ്രവാചകന്മാർക്കിടയിലും വേർതിരിക്കാൻ പാടില്ല. വേർതിരിക്കുന്ന മുഅ്മിനല്ല. അതൊക്കെ നമ്മൾ അരക്കിട്ട് ഉറപ്പിക്കണം. ഈ ആമന റസൂൽ ഓതിയാൽ ഭയങ്കര കൂലിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ നമ്മൾ ഓതുന്നുണ്ട്, പക്ഷെ അർത്ഥം അറിഞ്ഞില്ല മുസ്ലിയാർ. ഇപ്പോഴാണ് അർത്ഥം അറിഞ്ഞത്. അർത്ഥം ഇതാണ്: ഒരൊറ്റ പ്രവാചകന്മാർക്കിടയിൽ വേർതിരിവ് പാടില്ല. ഒരു പ്രവാചകനെ മാത്രം, മൂപ്പരെ മാത്രം പ്രത്യേക മഹബത്ത്, ബാക്കിയുള്ളവർ നമ്മുടെ കാറ്റഗറിയിൽ പെട്ടതല്ല, ആകാൻ പാടില്ല. സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം അങ്ങനെ പറയണം. അത് വരുന്നില്ല എങ്കിൽ മനസ്സിലാക്കിയോ, നിന്റെ മനസ്സിൽ കാപട്യമുണ്ട്, എവിടെയോ പ്രശ്നമുണ്ട്, അത് നന്നാക്കി എടുക്കണം. അത് ഈ സദസ്സിലൂടെ മാറട്ടെ. സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്തിയാർ നൽകുകയാണ്. ഇഷ്ടമുള്ളത് പ്രവർത്തിക്കണേ സുലൈമാനേ, നിനക്കിതാ രാജാധികാരം നൽകുകയാണ്. അതല്ല ഇൽമു വേണോ നിനക്ക് നാം നൽകാം, നിനക്ക് സമ്പത്ത് വേണോ നൽകാം. നബിതങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണല്ലോ പരിശുദ്ധമായ ഖുർആൻ. നബിക്കാണ് ആ ഖുർആൻ ഇറങ്ങിയത്, നമുക്കാർക്കും അല്ല. നബിക്ക് നൽകപ്പെട്ട ഖുർആൻ അത് പ്രവാചകർ നമുക്കായി സമ്മാനിക്കുകയാണ്. ഈ സമൂഹത്തെ സമുദ്ധരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവരെക്കാണ് അല്ലാഹു ഖുർആൻ ഇറക്കി കൊടുത്തത്. ഇന്നാ അൻസൽനാ അലൈക്കൽ ഖുർആന തൻസീല. നബിയെ തങ്ങൾക്ക് നാം ഇതാ ഖുർആൻ അവതരിപ്പിച്ചു. അങ്ങനെയാണ്. അത് പല രീതിയിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്.
തബാറകല്ലദീ നസ്സലൽ ഫുർഖാൻ അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറാ. തന്റെ ദാസന് അലാ അബ്ദിഹി, തന്റെ ദാസന് നാം ശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചു. അല്ലാഹു ഒരു സ്ഥലത്ത് പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജഅൽ ലഹു ഇവജാ. നമ്മളെല്ലാവരും ഇന്ന് പാരായണം ചെയ്ത പകൽ സമയത്ത് ഓതിയ സൂറത്തുൽ കഹ്ഫ്, അതിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് എന്ത്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി, അല്ലാഹുവിന്റെ അവന്റെ ദാസന് മേൽ ഇറക്കി കൊടുത്തു. ഏത്? ഖുർആൻ. ആരാണ് ഈ ദാസൻ? ആരാ ദാസൻ? നബി മുഹമ്മദ് മുസ്തഫ. അറഅയ്തല്ലദീ യൻഹാ അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. ആരാണ് ആ ദാസൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചരിത്രത്തിന്റെ താളുകൾ മറയ്ക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. കാണുന്നില്ലേ, ദർശിക്കുന്നില്ലേ? അള്ളാഹുവിന്റെ സച്ചരിതരാകുന്ന അടിമകളിൽ പെട്ടതാകുന്ന മുഹമ്മദ് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ, കാബയുടെ പരിസരത്ത് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവനെ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് കഴുത്തിലിട്ടുകൊണ്ട് പ്രയാസപ്പെടുത്തിയത് കണ്ടില്ലേ, ദർശിച്ചില്ലേ? അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. ചരിത്രം പഠിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വീണ്ടും അബ്ദ് എന്ന് പ്രയോഗിച്ചു. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് അബ്ദ്, നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ് അബ്ദ്. അല്ലാഹുവിന്റെ ദാസനായി അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. ഇതേ പ്രയോഗം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നടത്തിയിട്ടുള്ളത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ. തന്റെ ദാസനെ രാപ്രയാണം നടത്തിയതായ അല്ലാഹു എത്ര പരിശുദ്ധനാണ്, സമുന്നതനാണ്. ദാസൻ അബ്ദ്. ആരാണ് ഈ അബ്ദ്? ഇന്നാ അൻസൽനാ അലൈക്കൽ ഖുർആന തൻസീലാ. നബിയേ തങ്ങൾക്ക് നാം പരിശുദ്ധമായ ഖുർആനിനെ അവതരിപ്പിക്കുന്നു, തങ്ങൾക്കാണ് ഇറക്കിയത്. ആർക്കാണ് ഖുർആൻ അവതരിപ്പിച്ചത്? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ നബിക്ക് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കൽ നിർബന്ധനായ വ്യക്തിയാണ്. റസൂലാണല്ലോ, ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. ആയത്ത് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ വെപ്രാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്ത് ഒരെണ്ണം ജിബ്രീൽ അലൈഹിസ്സലാം ഓതുമ്പോൾ തന്നെ അത് ഹിഫ്ള് ചെയ്യാൻ, മനപ്പാടാക്കാൻ പെട്ടെന്ന് ഇങ്ങനെ കറാത്ത് മറാത്ത് ഇങ്ങനെ പുറകെ ഓതാൻ തുടങ്ങി. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, തങ്ങളിങ്ങനെ വെറുതെ പ്രയാസപ്പെടേണ്ട, പെട്ടെന്ന് തന്നെ നാക്കിട്ടടിക്കണ്ട, വേഗം തന്നെ ഹിഫ്ള് ചെയ്യാൻ വേണ്ടി ആവർത്തിക്കേണ്ടതില്ല. ഇത് തങ്ങൾക്ക് സ്ഥിരപ്പെടുത്തി തരൽ അള്ളാഹുവിന് ബാധ്യതയാണ്. കാരണം ഇത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കണം. അതുകൊണ്ട് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ തങ്ങളുടെ നാവിന്മേൽ നാം ഇത് സ്ഥിരപ്പെടുത്തും, ഹൃദയത്തിൽ സ്ഥിരപ്പെടുത്തും. തങ്ങൾ വിറക്കണ്ട, വിഷമിക്കണ്ട. മറ്റൊരായത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا تحرك به لسانك لتعجل به إن علينا جمعه وقرآنه فإذا قرأناه فاتبع قرآنه ثم إن علينا بيانه ثم إن علينا بيانه
നബിയേ നബിയേ ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി. വേഗം തന്നെ ഇത് മനപ്പാഠമാക്കാൻ തങ്ങൾ നാവ് കൊണ്ട് ധൃതിയായി ഓതേണ്ടതില്ല നബിയേ. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന. ഈ പരിശുദ്ധമായ ഖുർആനിക വചനങ്ങളെ തങ്ങൾക്ക് സ്ഥിരപ്പെടുത്തി നൽകൽ, അത് ഒരുമിച്ച് കൂട്ടി തങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ അത് സുബൂത്ത് ചെയ്യൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. ഇന്ന സുമ്മ ഇന്ന അലൈനാ ബയാന. ഏത് നിലക്കാണ് ഈ സമൂഹത്തിന് വിശദീകരിച്ച് നൽകേണ്ടത് എന്നതും നാം നബിയെ തങ്ങൾക്ക് അറിയിച്ചു നൽകും റസൂലേ. അതുകൊണ്ട് തങ്ങൾ വിഷമിക്കണ്ട, തങ്ങൾ പതുക്കെ ഓതി ഹിഫ്ള് ചെയ്താൽ മതി, ധൃതിയൊന്നും പിടിക്കണ്ട. തങ്ങളുടെ ഹൃദയത്തിൽ ഈ ആയാത്തുകൾ സ്ഥിരപ്പെടുത്തി തരൽ അള്ളാഹ്ക്ക് നിർബന്ധമുള്ള വിഷയമാണ്. എങ്കിലല്ലേ ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ പറ്റൂ. ഫതആല അല്ലാഹുൽ മലികുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖളാ ഇലൈക വഹ്യു. ജിബ്രീൽ അലൈഹിസ്സലാം വഹ്യുമായി കടന്നു വന്നുകൊണ്ട് വഹ്യ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഓരോ ആയത്തുകളും ഓതിത്തരുമ്പോൾ നബിയെ തങ്ങൾ ധൃതി കാണിക്കേണ്ടതില്ല. തങ്ങൾക്കത് സ്ഥിരപ്പെടുത്തി തരൽ അള്ളാഹ്ക്ക് ബാധ്യതയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയോട് പറയുകയാണ്, വഖുർ റബ്ബി സിദ്നി ഇൽമാ. തങ്ങൾ ഒരു കാര്യം മാത്രം നാവുകൊണ്ട് ആവർത്തിച്ച് ചോദിക്കണേ, റബ്ബി സിദ്നി ഇൽമാ. അല്ലാഹുവേ എനിക്ക് ഇൽമിനെ നാഫിആയ പ്രയോജനപ്രദമാകുന്ന അറിവിനെ എനിക്ക് നീ അധികരിപ്പിക്കണേ അല്ലാ. ഇത് മാത്രമാണ് തങ്ങൾ അധികമായി ചോദിക്കേണ്ടത്. ചോദിക്കേണ്ടത് റബ്ബി സിദ്നി ഇൽമാ. അതുകൊണ്ടാണ് ഇന്നും മദ്രസയിലാണെങ്കിലും ദറസിലാണെങ്കിലും ഉസ്താദുമാർ ആദ്യം ചൊല്ലിക്കൊടുക്കുന്ന ഇതാ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹംദും സലാത്തും ഒക്കെ ചൊല്ലിയിട്ട് ഈ ദുആ ഇതിലുണ്ടാവും. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ, റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഹിക്മതൻ വഅദബൻ കാമിലാ. ആദ്യം പറഞ്ഞു അങ്ങനെയാണ് തുടങ്ങിയത്. കാരണം ഇത് എപ്പോഴും വേണം. ഇത് ഉണ്ടെങ്കിലേ കാര്യങ്ങൾക്ക് പൂർത്തീകരണമുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബി സിദ്നി ഇൽമാ. ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു കൽപ്പിച്ചത്. അല്ലാഹു കൽപ്പിക്കുക, തങ്ങൾ വേറെ ഒന്നും സ്ഥിരമായി ചോദിക്കണ്ട, ഇത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, റബ്ബി സിദ്നി ഇൽമാ. അതെങ്ങനെയാ ചോദിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إني أعوذ بك من علم لا ينفع. പ്രയോജനപ്രദമല്ലാത്ത അറിവിനെ തൊട്ട് അല്ലാഹുവേ നിന്നോട് കാവൽ തേടുന്നു അല്ലാ. എനിക്ക് പ്രയോജനമുള്ള അറിവ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ. പ്രയോജനമില്ലാത്ത അറിവിനെ തൊട്ട് അല്ലാഹു നിന്നോട് കാവൽ തേടുന്നു. നമ്മൾ ഇതൊക്കെ ചോദിക്കാറുണ്ടോ എന്ന് ചിന്തിക്കണം. നമ്മളും ചോദിക്കാറുണ്ടോ, നമ്മുടെ മക്കളും ചോദിക്കാറുണ്ടോ, നമ്മൾ ഇന്ന് വരെ ഇത് ഒരു വേളയെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ നാഫിയായ ഇൽമ എനിക്ക് നീ നൽകണേന്ന് ഈ ഇരിക്കുന്ന പ്രായം ചെന്ന ഉപ്പമാറ്, അതുപോലെ മറക്കപ്പുറത്തിരിക്കുന്ന സഹോദരിമാർ, ഇരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, നാട്ടുകാർ ഓരോരുത്തരും ചിന്തിക്കൽ. കാരണം നമ്മളെല്ലാം തികഞ്ഞു, ഫുള്ള് 100ൽ 100 മാർക്കാണ് എല്ലാ വിഷയത്തിലും. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ആ ഒരു ചിന്താഗതിയാണ്. എല്ലാവർക്കും എല്ലാം അറിയാം, ഒന്നും ചോദിക്കണ്ട, എല്ലാം ഫുൾ മാർക്കാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഒരറിവ് നമുക്ക് ആരോടും ചോദിക്കുന്നത് ഒരു കുറവായിട്ട് നമ്മുടെ സമൂഹം ഇന്ന് മാറിയെന്നുള്ളതാണ്. എന്നാൽ നമ്മളോട് എപ്പോഴും ചോദിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വരെ അധികമായി ചോദിക്കാൻ പറഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ എത്രമാത്രം ചോദിക്കണം?
സിദിനി എന്ന് പറഞ്ഞാൽ എനിക്ക് അധികരിപ്പിക്കണേ എന്നാണ്. റബ്ബി സിദിനി ഇൽമാ, എനിക്ക് ഇൽമ നാഫിഅ ഇൽമ നീ അധികരിപ്പിക്കണേ എന്നെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. കുൽ നബിയെ തങ്ങൾ ചോദിക്കണം. അൽ അംറു ഹഖീഖത്തൻ ലിൽ വുജൂബ്. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ജമുൽ ജവാമിൽ രേഖപ്പെടുത്തുന്നു, ഖുർആനിൽ പറയുന്ന ഇത്തരത്തിലുള്ള കൽപ്പന ക്രിയകൾ നിർബന്ധത്തെ കുറിക്കുന്നതാണ്. നിർബന്ധമായി ചോദിച്ചിരിക്കണം. റബ്ബി സിദിനി ഇൽമാ എന്ന് ചോദിക്കണം എന്നർത്ഥം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി തങ്ങൾ അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും അറിവുള്ള വ്യക്തി ആരാൻ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും ഉന്നതനായ വ്യക്തിത്വമായി തീർന്നു. അങ്ങനെ ഉന്നതമായ അറിവുണ്ടാകുമ്പോഴാണ് മറ്റുള്ളവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുക, അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുക. അതാണ് പ്രവാചകൻ പറഞ്ഞത്, ഇന്നി ബുഇസ്തു മുഅല്ലിമാ, എനിക്ക് മറ്റുള്ളവർക്ക് അധ്യാപനം നടത്താനായിട്ടാണ് അള്ളാഹു എന്നെ നിയോഗിച്ചത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുഅല്ലിം, മദ്രസയിലെ മുഅല്ലിമീങ്ങളെ നിസാരരായി കാണരുത്. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ നിസാരനായി കാണരുത്. കാരണം അദ്ദേഹം ചെറിയ കുട്ടികൾക്ക് വരെ അലിഫും ബാവും പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. മുഅല്ലിമാണ്, ദീൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ്, പഠിപ്പിക്കുന്ന വ്യക്തി. മുഅല്ലിമിനെയും മുതഅല്ലിമിനെയും ഒരു താ കൂടിയപ്പോൾ മുതഅല്ലിം ഇൽമു പഠിക്കുന്നവനായി മാറി, വിദ്യാർത്ഥി, പഠിതാവ്. മറ്റത് പഠിപ്പിക്കുന്നവനാണ് മുഅല്ലിം. രണ്ടുപേർക്കും വലിയ വില നൽകണം. വില നൽകിയില്ലെങ്കിൽ വലിയ അബദ്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരും, വലിയ അപകടമുണ്ടായിത്തീരും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. രണ്ടു കൂട്ടരെയും ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനിച്ചവരെയൊക്കെ നിങ്ങൾ നോക്കിൻ. ഇപ്പൊ ഈ ഇരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, അവരുടെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മമാർ, ഉപ്പമാർ, അവർ ദീനിൻ്റെതാകുന്ന അഹ്ലുകാരെ ആദരിച്ചു, ബഹുമാനിച്ചു. ആ ഒരൊറ്റ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇൽമിന്റെ മേഖലയിലേക്ക് തിരിയാനുള്ള അവസരം നൽകി എന്ന് നമ്മൾ മനസ്സിലാക്കണം. വാപ്പായും ഉമ്മായും ആലിമീങ്ങളെ വിമർശിക്കുന്നവരും തേജോവധം ചെയ്യുന്നവരും വെറുക്കുന്നവരും അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ പറയുന്നവരും അനാവശ്യ കമന്റുകൾ ഏതെങ്കിലും കവലയിലിരുന്നു കൊണ്ട് പറയുന്നവരും പള്ളിയുടെ തിണ്ണ നിരങ്ങിയിട്ട് വർത്തമാനം പറയുന്നവരുമാണ് എങ്കിൽ തീർച്ചയായും മക്കൾ സാലിഹീങ്ങളാവൂല. ഒരൊറ്റ ആലിമ് അവന്റെ കുടുംബത്തിലുണ്ടാവൂല. ഉറപ്പിച്ചോ? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിങ്ങൾ പരിശോധിച്ചു നോക്കിൻ. ദീനുള്ളവരായി മക്കൾ മാറണമെങ്കിൽ, മാറിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും മനസ്സിലാക്കിക്കോ, അവരുടെ വാപ്പ അല്ലെങ്കിൽ ഉമ്മ ദീനിന്റെ അഹ്ലുകാരെ വലിയ ആദരവ് വെക്കുന്നവരാണ്, ഇൽമിനെ ബഹുമാനിച്ചിരുന്നവരാണ്. എങ്കിൽ മാത്രമേ മക്കൾ സ്വാലിഹീങ്ങളാവൂ. ഉറപ്പാണത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സന്താന പരമ്പരകളെയും സ്വാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ, സ്വാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ. എല്ലാ മഹത്തുക്കളാകുന്ന അമ്പിയാക്കളും ദീനിനോട് വലിയതാകുന്ന സ്നേഹം വച്ചവരാണ്, ഇൽമിനെ ബഹുമാനിച്ചവരാണ്. ആ ആദരിക്കലിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ച നൽകിയത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖുയ്റ സുലൈമാനു ബൈനൽ മാലി വൽ മുൽക്കി വൽ ഇൽമി. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം നൽകുകയാണ്, സമ്പത്ത് അല്ലാഹു നൽകുകയാണ്. ബഹുമാനപ്പെട്ടവർക്ക് ഇൽമിനെയും തിരഞ്ഞെടുക്കാനുള്ള അവസരം അല്ലാഹു നൽകുകയാണ്. ഖുയ്റ സുലൈമാനു ബൈനൽ മാലി വൽ മുൽക്കി വൽ ഇൽമി. ഒന്നില്ലെങ്കിൽ നിനക്ക് രാജാധികാരം നൽകാം, അധികാരം നിനക്ക് നൽകാം, അല്ലെങ്കിൽ നല്ല സമ്പത്ത് ഇഷ്ടംപോലെ നിന്റെ തലമുറകളോളം കൈമാറി ആസ്വദിക്കാൻ പറ്റുന്ന സമ്പത്ത് നിനക്ക് നൽകാം. മൂന്നാമത്തെ ഓപ്ഷൻ, നിനക്ക് അറിവ് വേണോ, അറിവ് നൽകാം. ആർക്കാണ് ഈ ഓപ്ഷൻ കൊടുക്കുന്നത്? സയ്യിദുനാ സുലൈമാൻ. ഒച്ചാപ്പാടെ പേര് കേട്ടോ അനങ്ങായിരിക്കുക. സയ്യിദുനാ സുലൈമാൻ. ഇത് ചായക്കടക്കാരൻ സുലൈമാന്റെ കഥയല്ല. ഉറക്കെ പറഞ്ഞു, സയ്യിദുനാ സുലൈമാൻ. നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. അല്ലെങ്കിൽ അള്ളാഹത്ത് നമ്മൾ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ മക്കളായി മൈൻഡ് ചെയ്യലില്ല. ഇപ്പൊ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് മക്കൾ തിരിഞ്ഞിരിക്കുകയാണ്, പബ്ജി കളിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ വാപ്പ വരുന്നു, വാപ്പ അല്ലേ അങ്ങ് കണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇരുന്നത് എന്ന് പറയുന്ന കുരുത്തം കെട്ട മകനായി മാറാൻ കാരണം എന്തുകൊണ്ടാ? നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്നില്ല. അവിടെയാണ് വിഷയം.
നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ പ്രവാചകന്മാരെ ബഹുമാനിക്കണം. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങനെ ബഹുമാനിക്കുന്നവരാണ് മുഅ്മിൻ. ഹദ്ദാദ് ഓതലുണ്ടോ? ഹദ്ദാദ് ഓതുവങ്ങൾ ഓതലുണ്ടോ? ഹദ്ദാദ് പതിവാക്കുന്നവരെന്ന് കൈയുയർത്തി. മാഷാ അല്ലാഹ്, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഹദ്ദാദ് ഡെയിലി ഓതുന്നവനെ ആഖിബത്ത് നന്നാവും, അന്ത്യം നന്നാവും, നല്ല മരണം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പള്ളിയിൽ ഹദ്ദാദുണ്ട്. ഓതാൻ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ മുത്തല്ലിങ്ങൾ മാത്രം. എങ്ങാണം നടന്നില്ലെങ്കിൽ പള്ളിയിലെ മൂല്യാരം പറഞ്ഞു വിടും. അതാണ് കളി. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അങ്ങനെയാണ് ഓതല് മുടക്കാൻ പാടില്ല. ഓതാൻ ആരെങ്കിലും ഉണ്ടോ? ഓതാൻ ആരുമില്ല. വേണേ ഞങ്ങൾ ഓദിക്കാം, പറഞ്ഞു ഓദിക്കും. അതാണ് നടക്കുന്നത് മഹല്ലുകളിൽ. ഹദ്ദാദിന്റെ ഒക്കെ മഹത്വം ഈ കൗം അറിഞ്ഞിരുന്നെങ്കിൽ അള്ളാഹുവേ ഒറ്റ ദിവസം ഹദ്ദാദ് വിടൂല. ഹദ്ദാദ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബിദ്അത്തുകാര് കയറിക്കൂടും. പുത്തൻ പ്രസ്ഥാനക്കാർ അവിടെ അധികരിക്കും. ശ്രദ്ധിച്ചോ, ഹദ്ദാദ് ഓതുന്ന മഹല്ലത്തിൽ പുത്തൻ പ്രസ്ഥാനക്കാരുണ്ടാവൂല. കാരണം അവരെ ബിദ്അത്തുകാരെ അകറ്റും. ഹദ്ദാദ് ഓതിയാ കിട്ടുന്ന നേട്ടങ്ങളിൽ പെട്ടതാണ് ഒന്ന്. രണ്ടാമത്തത് ആഖിബത്ത് നന്നാവും, അന്ത്യം നന്നാവും, നല്ല മരണം ഉണ്ടാവും. അപകടങ്ങളോ ദുരിതങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ നല്ല ദിവസത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ച് കലിമ ഉച്ചരിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നസീബാക്കട്ടെ. ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ മുടങ്ങാതെ ചെയ്തു നോക്കിയ നിസ്സാര കാര്യമല്ല. ഇശായിക്ക് പള്ളിയിലൊക്കെ പോകുമ്പോൾ ആ ഹദ്ദാദ് കൂടി ഓതിയിട്ടേ പോരാവുള്ളൂ. 10 മിനിറ്റേ എടുക്കുള്ളൂ, 10 മിനിറ്റ്. പക്ഷെ അന്ത്യം നന്നാവും എന്നുള്ള ഒരു വിഷയത്തിന് വലിയ കാതലാണ്. ഒക്കെ ഉമ്മമാരൊക്കെ ശ്രദ്ധിച്ചിരുന്നു പണ്ട് കാലങ്ങളിൽ. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ പേർലിമാണി എപ്പോഴാ പറക്കുന്നതെന്ന് നോക്കിയിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതും നോക്കിക്കൊണ്ടിരിക്കുക. അതാണ് അവസ്ഥ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോ. ആഖിബത്ത് നന്നാവാൻ, അന്ത്യം നന്നാവാൻ ഏറ്റവും ഉപകരിക്കും ഹദ്ദാദ്. ആ ഹദ്ദാദിൽ നമ്മൾ എപ്പോഴും ചെല്ലാറുള്ളത് ആയത്തുൽ കുർസി കഴിഞ്ഞാൽ എന്ത്? ആമന റസൂൽ. അതിൽ നമ്മൾ അരക്കിട്ട് ഉറപ്പിക്കും എന്ത്? എല്ലാ പ്രവാചകന്മാരെ അംഗീകരിക്കലുമുണ്ട്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. എല്ലാ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളെ കൊണ്ടും അവന്റെ കിതാബുകളെ കൊണ്ടും മലായികത്തുകളെ കൊണ്ടും അവന്റേതാകുന്ന സർവ്വതിനെ കൊണ്ടും പ്രത്യേകിച്ച് നബിമാരെ കൊണ്ടും വിശ്വസിക്കുകയാണ്. കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. തൗറാത്ത് എന്ന വ്യത്യാസമില്ല, ഇഞ്ചീൽ എന്നതിൽ വ്യത്യാസമില്ല, സബൂർ എന്നതിൽ വ്യത്യാസമില്ല, ഖുർആൻ എന്നതിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാ വേദഗ്രന്ഥങ്ങളെ പറ്റിയും പരിശുദ്ധമായ ഖുർആനിനെ പറ്റിയും അവൻ വിശ്വസിക്കുന്നവനാണ്. തീർന്നില്ല. വറുസുലിഹി, അവന്റെ 1,24,000 അംബിയാ മുർസലീങ്ങളെ കൊണ്ട് അവൻ പരിപൂർണമായി വിശ്വസിക്കണേ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസുലിഹി. ഒരു പ്രവാചകന്മാർക്കിടയിലും വേർതിരിക്കാൻ പാടില്ല, വേർതിരിവ് പാടില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, ആദം നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, ഇല്യാസ് നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോഴും നിനക്ക് കടന്നു വരണേ അലൈഹിസ്സലാം. അവരുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, കരുണയുണ്ടാവട്ടെ. അത് പറയാത്തവൻ മുഅ്മിനല്ല. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസുലിഹി. ഒരു പ്രവാചകന്മാർക്കിടയിലും വേർതിരിക്കാൻ പാടില്ല. വേർതിരിക്കുന്ന മുഅ്മിനല്ല. അതൊക്കെ നമ്മൾ അരക്കിട്ട് ഉറപ്പിക്കണം. ഈ ആമന റസൂൽ ഓതിയാൽ ഭയങ്കര കൂലിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഇതൊക്കെ നമ്മൾ ഓതുന്നുണ്ട്, പക്ഷെ അർത്ഥം അറിഞ്ഞില്ല മുസ്ലിയാർ. ഇപ്പോഴാണ് അർത്ഥം അറിഞ്ഞത്. അർത്ഥം ഇതാണ്: ഒരൊറ്റ പ്രവാചകന്മാർക്കിടയിൽ വേർതിരിവ് പാടില്ല. ഒരു പ്രവാചകനെ കേൾക്കുമ്പോൾ മാത്രം മൂപ്പരെ മാത്രം പ്രത്യേക മഹബത്ത്, ബാക്കിയുള്ളവർ നമ്മുടെ കാറ്റഗറിയിൽ പെട്ടതല്ല, ആകാൻ പാടില്ല. സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം അങ്ങനെ പറയണം. അത് വരുന്നില്ല എങ്കിൽ മനസ്സിലാക്കിയോ, നിന്റെ മനസ്സിൽ കാപട്യമുണ്ട്, എവിടെയോ പ്രശ്നമുണ്ട്, അത് നന്നാക്കി എടുക്കണം. അത് ഈ സദസ്സിലൂടെ മാറട്ടെ. സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്തിയാർ നൽകുകയാണ്. ഇഷ്ടമുള്ളത് പ്രവർത്തിക്കണേ സുലൈമാനേ, നിനക്കിതാ രാജാധികാരം നൽകുകയാണ്. അതല്ല ഇൽമു വേണോ നിനക്ക് നാം നൽകാം, നിനക്ക് സമ്പത്ത് വേണോ നൽകാം. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോ. ഈ മൂന്നാലൊന്നിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ, മൂന്നും കൂടി പറ്റൂല. നമ്മളാണെങ്കിലും ഫുലൂസ് മാഫിയ അല്ലാഹ് കൊണ്ടോ ഉസ്താദേ, പൈസ വേണം അല്ലേടാ. ഷമീർ, അതിന്റെ പേര് ഷമീർ എന്നല്ലേ, റിയാസ് അല്ലേ? പഴയ ടീംസ് ഓർത്തെടുത്ത് പറഞ്ഞില്ലേ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനിയിപ്പോൾ അവന് ഒരു 3 ദിവസത്തേക്കൊന്നും വേണ്ട, ചായ പോലും കുടിക്കത്തില്ല. ഉസ്താദ് പേര് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതൊക്കെ പഴയ ടീമുകളാണ്, മസ്താമ്പളി ടീംസാണ് ഇതൊക്കെ, വർഷങ്ങൾക്ക് മുമ്പുള്ള അഹ്ലുകാർ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എനിക്ക് വേണ്ടത് ഈ 3-ൽ 1 മാത്രം. ഫഖ്താറൽ ഇൽമ, അറിവിനെ തിരഞ്ഞെടുത്തു. വേറൊന്നും വേണ്ട, എനിക്ക് ഇൽമു മതി, അറിവ് മതി. നോക്കൂ നിങ്ങൾ, ഒന്ന് രാജാധികാരമാണ്, ലോകം മുഴുവൻ കാൽച്ചുവട്ടിൽ നിൽക്കാൻ, ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള രാജാധികാരം, അധികാരം തരിക ഒന്ന്. രണ്ടാമത്തത് സമ്പത്താണ്, ഇഷ്ടംപോലെ സമ്പത്ത്, കാലാകാല തലമുറകൾ വസിക്കാൻ മാത്രമുള്ള സമ്പത്ത് നിനക്ക് നാം നൽകാം. അല്ലാഹ് പറയാൻ, വേറെ ആരും പറയാൻ ഓഫർ കൊടുക്കല്ല, പടച്ചവൻ കൊടുക്കാൻ. നമ്മൾ പണ്ട് പറയില്ല വരം കൊടുക്കുന്നു എന്ന് പറയുന്നില്ലേ, അതുപോലൊരു സംഭവം കൊടുക്കാൻ, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ. ഇത് കെട്ടുകഥയല്ല, കാരണം പറഞ്ഞതാരാണ്? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഉടനെ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. ഫഖ്താറൽ ഇൽമ, സുബ്ഹാനല്ലാഹ്, ഇൽമിനെ തിരഞ്ഞെടുത്തു അത്രേ. ഫൗതിയ ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുകയാണ് അൽ മാല വൽ ഇൽമ വൽ മുൽക, രാജാധികാരം അല്ലാഹു നൽകുകയാണ്. ഈ ദുനിയാവ് മുഴുവൻ കാൽച്ചുവട്ടിലേക്ക് വെക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അടക്കി ഭരിക്കാനുള്ള അവസരം അല്ലാഹു നൽകുകയാണ്. ലോകം മുഴുവനും കാൽച്ചുവട്ടിലേക്ക് വെക്കുകയാണ്. തീർന്നില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നു, സുലൈമാനേ, അധികാരം മാത്രമല്ല നിനക്ക് നാം നൽകുന്നത്, നിനക്കിതാ സമ്പത്ത് നൽകുകയാണ്. ഇഷ്ടമുള്ളതുപോലെ വിനിയോഗിക്കാൻ സ്വർണം വേണോ, വൈഡൂര്യം വേണോ, മാണിക്യം വേണോ, ഇഷ്ടമുള്ളത് നിനക്ക് നാം നൽകുകയാണ് സുലൈമാൻ. തീർന്നില്ല, നിനക്ക് ഈ ചോദിച്ചതാകുന്ന അറിവും നാം നിനക്ക് നൽകുകയാ. എന്തിനാണ് ഇതെല്ലാം നൽകുന്നതെന്നറിയുമോ? ലിഖ്തിയാരിഹിൽ ഇൽമ, അധികാരം വേണോ, സമ്പത്ത് വേണോ, ഇൽമ വേണോ എന്ന് ചോദിച്ചപ്പോൾ അറിവിനെ തെരഞ്ഞെടുത്തതാകുന്ന സുലൈമാൻ നബിയേ, നിങ്ങൾക്കിത് 3ഉം നാം നൽകുകയാണ്. നിങ്ങൾക്കതാ അധികാരത്തിൻ്റെതാകുന്ന പരമോന്നതമാകുന്ന പദവി നിങ്ങൾക്ക് നാം അലങ്കരിക്കുകയാ. സമ്പത്ത് നിങ്ങളുടെ കൈവശം നാം നൽകുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമല്ലേ ലോകം മുഴുവനും അടക്കി ഭരിച്ചതാകുന്ന 4 ചക്രവർത്തിമാരിൽ പ്രമുഖനല്ലേ? സോളമൻ എന്ന ചരിത്രം രേഖപ്പെടുത്തിയതാകുന്ന പ്രവാചകരല്ലേ സയ്യിദുനാ സുലൈമാൻ. ولسليمان الريح عاصفا تجري بأمره رحاء حيث أصاب. ലോകത്തിന്റെ ഏത് കോണിലേക്ക് വേണമെങ്കിലും നിമിഷങ്ങൾ കൊണ്ട് എത്താൻ പറ്റുന്ന നിലക്കുള്ള സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബിക്ക് കാറ്റ് മുഖേന സാധിച്ചു നൽകിയില്ലയോ? യാത്ര പോകണമെങ്കിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു
കാറ്റിനെ പരവതാനിയായി സമ്മാനിച്ചിരിക്കുകയാ. ആ പരവതാനിയായി കാറ്റ് വന്നുകൊണ്ട് നിലകൊള്ളുകയാണ്, അതിന്റെ മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ സെക്കൻഡുകളിലേക്ക്, നൊടിയിലേക്ക് ബഹുമാനപ്പെട്ടവർ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. അധികാരത്തിന്റെ പരമോന്നതമാകുന്ന പദവി അലങ്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ പവർ ഇൽമാണ്. ഇൽമ നേടിയെടുത്തപ്പോ അദ്ദേഹത്തിന് അധികാരവും അല്ലാഹു നൽകിയത്രേ. ഇൽമിനെ തെരഞ്ഞെടുത്തപ്പോൾ അല്ലാഹു സമ്പത്തും നൽകിയത്രേ. മനസ്സിലാക്കണം, നമ്മൾ ഇൽമിനെ മുൻഗണന കൊടുക്കണം, അറിവിന്. ബാക്കിയൊക്കെ ഇങ്ങ് പുറകെ പോരും, ദുനിയാവും പോരും, അധികാരം പോരും, ഒക്കെ പുറകെ വരും. നമ്മൾ എന്തിനു മുൻഗണന കൊടുക്കണം? ഇൽമിന് മുൻഗണന കൊടുക്കണം, അറിവിന്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുനിയാവ് പിറകെ വരും, ഉറപ്പാണത്. ദുനിയാവ് പിറകെ വരും. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതനാ നളറു ഫീഹാ ഫലമ്മാ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ. ഈ കിടക്കുന്നതാകുന്ന അബ്ദുല്ലാഹിൽ മർസൂഖ് റളിയല്ലാഹു അടക്കമുള്ളതാകുന്ന മഹത്തുക്കളാകുന്ന സാദാത്യങ്ങൾ, മസ്താൻ പള്ളിയുടെ പരിസരത്ത് അന്തിവിശ്രം ചെയ്യുന്ന അബ്ദുല്ലാഹിൽ മസ്താൻ റളിയല്ലാഹു അൻഹു, ഡൽഹി സുൽത്താൻ അറിയപ്പെടുന്നതായ മഹാനുഭാവൻ, ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രവിശ്യകളിൽ അന്തിവിശ്രമം ചെയ്യുന്നതായ ഏതെല്ലാം മഹത്തുക്കളുണ്ടോ, ഔലിയാക്കളുണ്ടോ, മഹാന്മാരുണ്ടോ, കരുനാഗപ്പള്ളി ശൈഖ് പള്ളിയിൽ അന്തിവിശ്രമം ചെയ്യുന്നതാകുന്ന 11 മശായിഖന്മാരുണ്ടോ, ഏതെല്ലാം മഹത്തുക്കളുണ്ടോ, ഔലിയാക്കളുണ്ടോ, ഈ പുറക്കാടിന്റെ ദേശത്ത് തന്നെ അന്തിവിശ്രമം ചെയ്യുന്ന എത്രയോ സാദാത്യങ്ങളുണ്ട്, എത്രയോ മശായിഖന്മാരുണ്ട്, ഔലിയാക്കളുണ്ട്. ഈ മഹത്തുക്കളെല്ലാം തന്നെ ദുനിയാവിനെ തലാക്ക് ചെല്ലിയവരാണ്, ദുനിയാവിനെ ഒഴിവാക്കിയവരാണ്. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതനാ. ഈ ദുനിയാവാകുന്ന ഭൗതിക ലോകത്ത് ആഡംബര ആസ്വാദനങ്ങൾ പരിപൂർണമായി ഒഴിവാക്കുകയാണ്. കാരണം അവർക്കറിയാം ഈ ദുനിയാവ് നശ്വരമാണ്, നശ്വരമാണ്, അടുത്ത സെക്കൻഡിൽ നശിക്കുന്നതാണ്. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ പ്രഥമ ഊത്ത് കടന്നതോട് വരുന്നതോടുകൂടി ഇതെല്ലാം കിടിലമാണ്, കിടിലമാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഖറജത്തിൽ അർളു അസ്ഖാലഹാ وقال الإنسان ما لها يومئذ تحدث أخبارها. സൂറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ പ്രഥമ ഊത്ത് കടന്നു വരുമ്പോ ഖബറ് പിളരുകയാണ്, പിളരുകയാണ്. ഭൂമിക്കടിത്തലങ്ങളിൽ കിടക്കുന്ന സർവ്വ വസ്തുക്കളെയും ഭൂമി പുറത്തേക്ക് പുറന്തോടുപോലെ വലിച്ചെറിയുകയാണ്, വലിച്ചെറിയുകയാണ്. ഏതെല്ലാം വസ്തുക്കളാണ് ഭൂമിക്കടിയിൽ കിടക്കുന്നത്? കോടാനു കോടി ശവശരീരങ്ങൾ അന്തിവിശ്രമം ചെയ്യുകയാണ്. ഖബറിനകത്തതാ മയ്യത്തുകൾ കൊണ്ടുവന്ന് മറവാടപ്പെട്ടിരിക്കുകയാ. ഏതെല്ലാം വസ്തുക്കളെയാണ് നീ കുഴിച്ചിട്ടിരിക്കുന്നത്? ഭൂമിക്കടിയിൽ കിടക്കുന്ന സർവ്വ വസ്തുക്കളെയും ഭൂമി പുറത്തേക്ക് തള്ളിയിടുകയാണ്. ഭൂമിയുടെ പുറത്തേക്ക്, ഭൂമിക്കടിയിൽ കിടക്കുന്ന വസ്തുക്കളെ ഭൂമി പുറന്തള്ളുമ്പോ ജനങ്ങൾ ചോദിക്കുകയാണ്, മാലഹാ, എന്താണ് ഈ ഭൂമിക്ക് സംഭവിച്ചു പോയത്? യൗമഇദ് തുഹദ്ദിസു അഖ്ബാറഹാ. അതാ ഭൂമി വിളിച്ചു പറയുകയാണ്, ജനങ്ങളെ അറിയണേ, ബിഅന്ന റബ്ബക ഔഹാ ലഹാ, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു അവൻ എന്നോട് കൽപ്പിച്ചതാണ്. ഈ രീതിയിൽ കുലുങ്ങുന്ന സമയത്ത് ഭൂമിക്കകത്തുള്ള സർവ്വവസ്തുക്കളും പുറത്തിടാൻ വേണ്ടി അല്ലാഹു പറഞ്ഞതാണ്. ആകാശത്ത് സൃഷ്ടിച്ചതാകുന്ന പടച്ചറപ്പ്, ഭൂമിയെ സംവിധാനിച്ചതാകുന്ന അല്ലാഹു ഭൂമിയോട് കൽപ്പിച്ചതിന് പ്രകാരം ഭൂമിക്കകത്തളത്തിലുള്ള സർവ്വവസ്തുക്കളെ പുറത്തേക്കിടുന്ന നേരമാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അത്തരത്തിലുള്ള ഒരു രംഗം ഈ ലോകം കാണാനിരിക്കുകയാണ്. സമൂഹമേ, ലോകാവസാനം വരുകയാണ്, വരുകയാണ്. അതിനുവേണ്ടി എന്താണ് നിന്റെ ജീവിതത്തിൽ തയ്യാറെടുത്തിട്ടുള്ളത്? വല്ല അമലുമുണ്ടോ, അമലുമുണ്ടോ?
ആഖിറത്തിന് വേണ്ടി നീ എന്താണ് സമ്പാദിച്ചിട്ടുള്ളത്? അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പ്രവാചകൻ ദീനിനെയും ദീനിന്റെ അഹ്ലുകാരെയും സ്നേഹിക്കുവാനും അവരോട് മഹബ്ബത്ത് വെച്ചുകൊണ്ട് നിലകൊള്ളുവാനും തന്റെ പ്രിയപ്പെട്ട അനുയായികളോടായി പറയുകയാണ്, സ്വഹാബ കുൻ ആലിമാ, നീ ഒരു പണ്ഡിതനാകണേ. നിനക്ക് പറ്റുമെങ്കിൽ ഇൽമു പഠിക്കാൻ വേണ്ടി നിന്റെ സമയത്തെ ചെലവഴിക്കണേ. ലോകത്തിന്റെ ഏത് കോണിൽ പോയിട്ടാണെങ്കിലും അറിവ് സമ്പാദിക്കാൻ നിലകൊള്ളണേ. ഈ ഇരിക്കുന്നതാകും മുത്തഅല്ലിമീങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ സൗഭാഗ്യം വന്നവരാണ്. കാരണം മക്കളെ ദീനിന്റെ വഴിത്താരയിലേക്ക് പറഞ്ഞു വിട്ടവരാണ്. എനിക്ക് നേടിയെടുക്കാൻ പറ്റാത്തതാകുന്ന ഖുർആൻ, എനിക്ക് നേടിയെടുക്കാൻ പറ്റാത്തതാകുന്ന വിശുദ്ധമായ ദീനിന്റെ ശാഖോപശാഖകൾ, തഫ്സീറുകൾ, ഹദീസുകൾ, നിദാന ശാസ്ത്രങ്ങൾ എന്റെ മക്കളിലൂടെ ഈ ലോകത്തുണ്ടാവണേ. ആഖിറത്തെ സമ്പാദിക്കാനത് കാരണമാണ്. കുൻ ആലിമാ, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അല്ലയോ ചെറുപ്പക്കാരാ, സഹോദരാ, സഹോദരി, നീ ഒരു പണ്ഡിതനാകണേ. ഔ മുതഅല്ലിമാ, അല്ലെങ്കിൽ വിവരം പഠിക്കുന്നതായ വിദ്യാർത്ഥിയാകണേ. ഔ മുസ്തമിആ, വഅദ് കേൾക്കുന്നവനാകണേ, അറിവ് നുകരുന്നവനാകണേ. ആലിമീങ്ങളുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ നീ സമയം കണ്ടെത്തണേ. അത് കേൾക്കുന്നതിലൂടെ നീ ആഖിറത്തെ ചിന്തിക്കാൻ കാരണമാകും, അല്ലാഹുവിനെ പഠിക്കാൻ കാരണമാകും, അവന്റെ ഹബീബിനെ കുറിച്ച് തിരിച്ചറിയാൻ കാരണമാകും. ഇൽമു പഠിക്കുന്നതിലൂടെ നിന്റെ ഹൃദയം വിശാലമാകും, ആത്മീയമാകുന്ന പോച്ചല പ്രഭയുള്ളതായി മാറും. നിന്റെ നമസ്കാരങ്ങൾക്ക് ശാക്തീകരണം ഉണ്ടാകും, നീ കൊടുക്കുന്ന സകാത്തുകൾക്ക് ഫലമുണ്ടാകും, നീ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾക്ക് ഖുശൂ ഉണ്ടാകും, നിന്റെ വുളൂഇനെ മാറ്റുകൂടും, നിന്റെ നമസ്കാരങ്ങൾക്ക് ആഖിറത്തിന് വേണ്ടിയുള്ളതായി മാറുന്നത് നിന്റെ അമലുകൾക്കൊക്കെ സ്വീകാര്യത ലഭിക്കാൻ കാരണമാണ്. അതുകൊണ്ട് നീ പണ്ഡിതനാവുകയോ അല്ലെങ്കിൽ ഒരു മുത്തഅല്ലിമാകുകയോ അല്ലെങ്കിൽ ദീൻ കേൾക്കുന്നവനാകുകയോ ചെയ്യണേ. ഔ മുഹിബ്ബാ, നാലാമതായി റസൂലുള്ളാഹി പറയുകയാണ്, ദീനിനെയും ദീനിന്റെ അഹ്ലുകാരെയും ഇഷ്ടം വെക്കുന്നവനാകണേ, അവരോട് പ്രിയം വെക്കുന്നവനാകണേ. വലാ തകുൻ ഖാമിസാ, അഞ്ചാമത്തെ ഒരു വിഭാഗത്തിലേക്ക് നീ പോകരുതേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. പുറക്കാട് സയ്യിദ് അവറുകളുടെ മസാറിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട്, സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി കുമരം ഉസ്താദ് ചോദിക്കട്ടെ, ആഖിറത്തിന് വേണ്ടി നീ ഇൽമു പഠിച്ചവനാണോ? ആഖിറത്തെ സമ്പാദിക്കാൻ മുത്തഅല്ലിമായി നിലകൊണ്ടവനാണോ? ആഖിറത്തെ സമ്പാദിക്കാൻ ദീൻ കേൾക്കുന്നവനായി നിന്റെ സമയത്തെ നീ ചെലവഴിച്ചിട്ടുണ്ടോ? നിന്റെ ഭാര്യയുടെയും നിന്റെ മക്കളുടെയും സമയങ്ങളെ ചെലവഴിച്ചിട്ടുണ്ടോ? ഔ മുഹിബ്ബാ, ആഖിറത്തെ സമ്പാദിക്കുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഇൽമിനെയും ഇൽമിന്റെ അഹ്ലുകാരെയും ഇഷ്ടം വെച്ചോ? എന്തിനാണ് സയ്യിദ് അവറുകളുടെ ആണ്ട് നേർച്ച വർഷം തോറും ഇത്ര കെങ്കേമമായി നടത്തുന്നത്? ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം പകരുന്ന അവരുടെ ഹൃദയത്തിന്റെ വെളിച്ചമായി അവർക്ക് ആത്മീയമാകുന്ന പൗരത്തുന്നതായ പുറക്കാട് സയ്യിദ് അവറുകളുടെ മസാറിലേക്ക് എന്തുകൊണ്ടാണ് ഇതര സമുദായത്തിലെ സഹോദര സഹോദരിമാരടക്കം ഇവിടേക്ക് ഒഴുകി വരുന്നത്? എന്തുകൊണ്ടാണ്? അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹാനുഭാവനിലൂടെ, അവരെ കൊണ്ട് തേടലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ സദുദ്ദേശങ്ങളും പൂർത്തീകരിക്കുകയാണ്. അതവരുടെ വിശ്വാസമാണ്, അവരുടെ ആചാരമാണ്, അവരുടെ മനസ്സിൽ വലിയ കടാവിളക്കായി സൂക്ഷിക്കുകയാണ്. കാരണം ഇൽമിന്റെ മഹാനാണ്, മഹാനാണ്. അവർ നിറഞ്ഞു തുളുമ്പുന്നത് ആ പ്രഭ ഈ പുറക്കാടും പരിസരത്തും വാരി വിതറിയത്, ഇവിടേക്ക് ജനങ്ങൾ ആകർഷിച്ചത് ഇന്നത്തെ ദിവസത്തിലും കഴിഞ്ഞ ദിവസങ്ങളിലും വരാനിരിക്കുന്ന ദിവസങ്ങളിലും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇതിലേക്ക് യാത്ര ചെയ്യുമ്പോഴും വാഹനം നിർത്തിയിട്ട് വന്നുകൊണ്ട് പൈസ കൊണ്ടുവന്ന് വഞ്ചിയിലേക്ക് ഇടുന്നതും അവരുടെ ഹൃദയത്തിൽ ഒരു ബന്ധം കൊടുത്തതും അല്ലാഹുവാണ്, അല്ലാഹുവാ. എന്തേ കാരണം? അവരുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചതായ ഇൽമാ, അവരുടെ അറിവാണ്, അറിവാൻ അവർക്ക് അല്ലാഹു നൽകിയ ഇൽമാണ്. ആ ഇൽമിന്റെ പ്രകാശം അതിങ്ങനെ പുറത്തേക്ക് പ്രവഹിച്ചപ്പോ ആളുകളിലേക്ക് ആകർഷണം തുടങ്ങി, ജനങ്ങൾ അങ്ങോട്ട് വരാൻ തുടങ്ങി. പ്രതീക്ഷ വെക്കാത്ത ആളുകളൊക്കെ ഇവിടെ വരികയാണ്. അവർക്ക് കിട്ടിയ ഇൽമിന്റെ നൂറാനിയത്ത്, ആ പ്രകാശം ഒപ്പിയെടുക്കാൻ അതിനു വേണ്ടിയിട്ടാണ് വന്നത്.
ഇതൊരു പ്രകാശമാണ്. അള്ളാഹു ആ പ്രകാശം നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അത് അണയാതെ കെടാതെ മുന്നോട്ട് പോകണം, മുറിയാതെ പോകണം. അതിനാണ് ഇത്തരത്തിലുള്ള ഇൽമിന്റെ മജ്‌ലിസ്. ആണ്ട് നിറച്ച് വരുമ്പോൾ ഒരു 5 ദിവസം വാള് വെക്കും. ആ വാള് വെക്കുന്ന സദസ്സിൽ നമ്മൾ പങ്കെടുക്കണം, നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കണം. തലവേദനയാണ് കൈവേദനയാണെന്ന് പറഞ്ഞ് മാറിക്കടന്നാൽ ഹലാക്ക് ഉള്ളതും കൂടി പോയി. ആകെ കിട്ടിയിരുന്ന ഒരു ഇൽമാണ് സ്ത്രീകൾക്ക് ഇതില്. അപ്പൊ അതില് പരീക്ഷയുണ്ട്, എക്സാം ഉണ്ട്, കൈവേദനയാണ് കാലുവേദനയാണെന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന ഉള്ളതും കൂടി പോകും. അതുകൊണ്ട് കിട്ടുന്ന സദസ്സ് ഉപയോഗപ്പെടുത്തണം, വന്ന് അറിവ് സമ്പാദിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം അവർക്കാണ് ഇത്തരത്തിലുള്ള ചാൻസുകൾ കുറയുക. കിട്ടുന്ന അറിവ് നല്ല ഇൽമുള്ള സദസ്സുകൾ പോയി അറിവ് സമ്പാദിച്ചെടുക്കണം. പ്രത്യേകിച്ച് അവരുടെ സമുദ്രത്തിൽ നിന്നാകുമ്പോൾ ഒരു നൂറാനിയത്ത്, ഒരു പ്രകാശം നമുക്ക് കിട്ടും. ഈ പ്രകാശം കൊണ്ടാണ് ആഖിറത്തിൽ രക്ഷപ്പെടുക. ഇതെല്ലാം പ്രവാചകന്മാര് നേടിയെടുത്തതാണ്. എല്ലാ പ്രവാചകരും, സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ ഞാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞത് കൊണ്ടാണ്. ഖുർആൻ തന്നെ എത്രയോ പ്രവാചകന്മാരെ പറയുന്നുണ്ട്. ഇൽമ നേടിയെടുത്തതാകുന്ന ആളുകളല്ലേ പ്രവാചകന്മാർ മുഴുവനും. അതിലൂടെയല്ലേ ജനങ്ങളെ ആകർഷിച്ചത്. എന്ത് ചോദിച്ചാലും മറുപടി, കൃത്യമായ മറുപടി. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആലോചിക്കേണ്ട. അള്ളാഹു അത്തരത്തിൽ അറിവുള്ളവരാക്കി അവരെ മാറ്റി. ഇൽമ വേണം, അറിവുണ്ടെങ്കിലേ അവന് ബഹുമാനവും ആദരവും ലഭിക്കുകയുള്ളൂ. ഒന്നുമില്ലാതെ എന്നെ ആദരിക്കണമെന്ന് പറഞ്ഞ രക്ഷയുണ്ടാവൂല. ഇൽമുണ്ടെങ്കിൽ ജനങ്ങൾ വിലവെക്കും, ആദരിക്കും, ബഹുമാനമുണ്ടാകും, ആദരവുണ്ടാകും. അതിന് ഉദാഹരണമാണ് ഈ മഹാന്മാർ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നൂറുൻ യഖ്ദിഫുഹുല്ലാഹു അലാ ഖൽബി മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നതിന്റെ ഹൃദയത്തിൽ അള്ളാഹു കൊടുക്കുന്ന ഒരു ചെറിയ പ്രകാശം എപ്പോ വേണമെങ്കിലും അണഞ്ഞു പോകാം. അണയാതെ മുറിയാതെ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അതിനാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം 5 വഖത്ത് നിസ്കാരത്തിലും 17 പ്രാവശ്യം അള്ളാഹുവിനോട് നാം അറിയാതെ തന്നെ ചോദിച്ചു വരുന്നുണ്ട്. എന്ത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം.